അവർ കണ്ണീരോടെ ചോദിക്കും, നബിയെ, കുടുംബം കൊണ്ട് ഞങ്ങളെ അള്ളാഹു അപമാനിക്കുമോ? മക്കളെ കൊണ്ട് അള്ളാഹു ഞങ്ങളെ അപമാനിക്കുമോ? ബന്ധങ്ങളെ കൊണ്ട് പടച്ച റബ്ബ് ഞങ്ങളെ അപമാനിക്കുമോ നബിയെ? അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, സഹാബത്തെ, കുടുംബം നന്നാക്കുന്നവർക്ക് റബ്ബിന്റെ സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. ആ കുടുംബത്തിന്റെ ഭംഗിക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേക പദവി കൊടുക്കുന്നുണ്ട്. ഒരു കുടുംബം അറ്റുപോയപ്പം അത് വിളക്കിച്ചേർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അരികിൽ അള്ളാഹു പ്രത്യേക സ്ഥാനം അള്ളാഹു താല ആദരിച്ച് നൽകുന്നുണ്ട്. അതിനെന്തു വേണം? കുടുംബത്തെ റബ്ബിന്റെ ദീനിൽ കൊണ്ടു നടക്കാൻ പറ്റണം. ഇന്ന് പല കുടുംബങ്ങളിലും നിസ്കാരവും നോമ്പും ഉണ്ട്, ദീനില്ല. പല കുടുംബത്തിലും ദീനില്ല. നേരം വെളുക്കുമ്പം എഴുന്നേൽക്കുന്നത് 6:30 മണിക്കും 7 മണിക്കും 7:30 മണിക്കും, കിടന്നുറങ്ങുന്നത് 11 മണിക്കും 11:30 മണിക്കും 12 മണിക്കും. കണ്ടു തീരാത്ത വൃത്തികേടുകളുടെ മൊബൈലുകൾ, കണ്ടു തീരാത്ത വൃത്തികേടിന്റെ സിനിമകൾ, കേട്ടു തീരാത്ത നുണകളുടെ മാലപ്പടക്കങ്ങളുടെ കഥകൾ കേട്ടും രസിച്ചും അർദ്ധമയക്കത്തിന്റെ പകുതി കണ്ണുമായി കിടന്നുറങ്ങുന്നവർക്ക് പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. മകൻ എന്ത് കാണുന്നു, മകൻ എവിടേക്ക് പോകുന്നു എന്ന് ചില രക്ഷിതാക്കൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സലാം മടക്കാതെയും ബന്ധങ്ങൾ വിച്ഛേദിച്ച് അകന്നു കഴിയുന്ന 100 കണക്കിന് മുസ്ലിമീങ്ങളെ, നമസ്കാരക്കാരെ, നോമ്പുകാരെ, പള്ളി കമ്മിറ്റിക്കാരെ, അള്ളാന്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന 10,000-ങ്ങളെ കുടുംബത്തിന്റെ വിഷയത്തിൽ ന്യായം ചെയ്യാതെ അനീതിക്കും അക്രമത്തിനും കൂട്ടുനിന്ന് പകക്കും വെറുപ്പും ഈഗോയും മനസ്സിൽ കൊണ്ടു നടന്ന് ആ വാശിയിൽ ജീവിക്കുന്ന നിരവധി ആളുകളെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, കുടുംബം മധുരമാകണോ? ദീൻ ഉണ്ടാവണം. അത് ദീനും മക്കൾ ആരിൽ നിന്ന് പഠിക്കണം? മാതാപിതാക്കളിൽ നിന്ന് പഠിക്കണം. 3 വയസ്സ് തികഞ്ഞ കുഞ്ഞിന് അൽഫിത്തറെ കൊണ്ടുവച്ച് ചേർത്തലല്ല പുണ്യം. 3 വയസ്സിലേക്ക് എത്തിയ മകന് വേണ്ടിയിട്ട് മാതൃക കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ എന്ന ആദ്യത്തെ വിദ്യാലയം നന്നാവല പുണ്യം. 3 വയസ്സ് തികഞ്ഞ കുഞ്ഞിന് വേണ്ടിയിട്ട് LKG ബിൽഡിങ്ങിന്റെ വലുപ്പവും ഡൊണേഷന്റെ പവറും ഓനോതുന്ന 14 സൂറത്ത് കാണാപ്പാടം പഠിച്ചതിന്റെ കുളൂസും കുടുംബക്കാരോട് പറയുന്നതിന്റെ മുൻപേ എന്റെ മക്കൾക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയത് എന്താന്ന് ചിന്തിക്കണം. ആ ദീൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു രക്ഷിതാക്കളെ ഏൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അത് നാട്ടിലെ ഉസ്താദുമാർക്കും മൗലവിമാർക്കും മാത്രമുള്ളതല്ല. അത് അവനവന്റെ വീട്ടിലെ മക്കൾക്ക് രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം. കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയോ? എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അതും എങ്ങനത്തെ ദീന്? ആളുകൾ ഇന്ന് കാണിക്കുന്ന പ്രകടനപരതയുടെ ദീനല്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട. ചില ഭാര്യമാരൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും, പുയ്യാപ്ല നല്ല ദീന. ഞാൻ പറയും, എന്നിട്ട് എന്താ പ്രശ്നം? ദീനേ ഉള്ളൂ, സ്വഭാവമല്ല. മുഖത്താ ദേഷ്യം. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് ചാടിക്കടിക്കാൻ വരും. ആള് നല്ല ദീന. ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ പറ്റിയിട്ടും ഭർത്താക്കന്മാര് ഭാര്യമാരെ പറ്റിയിട്ടും പറയാറുണ്ട്, കുടുംബത്തിൽ ദീന് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടി ജീവിക്കണം എന്നല്ല. അള്ളാഹുവിന്റെ തിരുദൂതൻ ദീനുള്ള പ്രവാചകൻ ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് തമാശ പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാരോടൊപ്പം കൊഞ്ചിയിട്ടുണ്ട്. മക്കളോടൊപ്പം ആന കളിച്ചിട്ടുണ്ട്. പേരക്കുട്ടികളോടൊപ്പം ആന കളിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി ചുംബിച്ചിട്ടുണ്ട്. സൈനബ റളിയല്ലാഹു തആല അൻഹാനെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ചിട്ടുണ്ട്. ദീനിന്റെ പേര് പറഞ്ഞിട്ട് കുടുംബം നോക്കാതെ ജീവിക്കലല്ല ദീന്. ദീൻ എന്നാൽ കൊടുക്കേണ്ടത് കൊടുക്കണം. അത് ഭാര്യ, മക്കൾ, രക്ഷിതാക്കൾ, കുടുംബം, അയൽവാസി എല്ലാവർക്കും കൊടുക്കണം. അല്ലാതെ ദീൻ എന്നാൽ നമ്മൾ 5 വക്തിനും സമയം തെറ്റാണ്ട് പള്ളിക്കോവുക, വേറൊരാളെ കാര്യത്തിൽ ഇടപെടാണ്ടിരിക്കുക, സുന്നത്തസ്കാരം അങ്ങോട്ട് കൂട്ടി നിസ്കരിക്കുക, കുടുംബത്തിലെ ദീൻ അങ്ങനെ ആക്കാത്തതിനും ഇങ്ങനെ ആക്കാത്തതിനും മക്കളെയൊക്കെ വെറുപ്പിക്കുക, അതല്ല ദീന്. ദീനെന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിലുണ്ടാവും, അവന്റെ സ്വഭാവത്തിലുണ്ടാവും, അവന്റെ പെരുമാറ്റത്തിലുണ്ടാവും. അത് ദീൻ പഠിക്കണമെന്നൊന്നുമില്ല. കുത്തിയൊലിച്ച പ്രളയം കേരളക്കരയിൽ വന്നപ്പോ തെക്കൻ കേരളത്തിൽ ഒരു നാടൊന്നാകെ ആ പ്രളയം കൊണ്ടുപോയി. അന്ന് അവിടെയുള്ള ഒരു തഹസിൽദാരായ അബ്ദുറഹീം സാഹിബ്, അദ്ദേഹത്തിന് ആ പ്രളയത്തിന്റെ ദീൽ സർക്കാരിൽ നിന്നും കിട്ടിയ 80 പൊതിച്ചോറ് കഴിച്ച തഹസിൽദാർ ആദിവാസി കോളനി കയറി ചെന്നു. 75 ചോറും അദ്ദേഹം വിതരണം ചെയ്തു. ബാക്കി 5 എണ്ണം ബാക്കി. പലരും അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചോ, ഒന്നെടുത്ത് നിങ്ങൾ തിന്നോളി, നല്ല ബിരിയാണല്ലേ കിട്ടിയത്. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അതെനിക്ക് അർഹതപ്പെട്ടതല്ല, അതെനിക്ക് ഹറാമാ, അതെനിക്ക് ഹറാമാ, ഞാനത് കഴിക്കാൻ പാടില്ല. നിന്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പ്രയാസം വന്നിട്ടില്ല,
പടച്ചോൻ എനിക്ക് ശമ്പളം തന്നതിൽ നിന്നും ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. അദ്ദേഹത്തിന്റെ ചെറിയൊരു ടിഫിൻ ബോക്സിൽ ഒരു ഇപ്പേരിയും ഒരു ചമ്മന്തിയും ഒരു ചോറും കൂട്ടിക്കുഴച്ച് തിന്നുന്നത് കണ്ടപ്പം കണ്ടു നിൽക്കുന്ന അമുസ്ലിമീങ്ങൾ പോലും ഇസ്ലാമിനെ ആകർഷിച്ചു പോയി. ഇന്ന് അതേ സ്ഥാനത്ത് കഴിക്കുന്ന നമ്മളെ ഭക്ഷണത്തിന്റെ ഹക്കും പാത്തിലും നമ്മൾ നോക്കിയിട്ടില്ല. മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതിന്റെ ഹക്കും പാത്തിലും നോക്കിയിട്ടില്ല. സമ്പാദിക്കണം സമ്പാദിക്കണം വെപ്രാളപ്പെടണം എന്ന് തീരുമാനിക്കുന്നവനും നെറ്റിത്തടത്തിൽ നിസ്കാരത്താഴ്പുണ്ടെങ്കിൽ ദീനെന്നാൽ കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പൊൽക്കലും അല്ല, അത് മനസ്സിലുണ്ടാവല. എല്ലാ രംഗത്തും വാപ്പയാണോ മക്കളോടുണ്ടാവണം, ഉമ്മയാണോ കെട്ടിക്കൊണ്ടുവരുന്ന മരുവളോടുണ്ടാവണം, മരുക്കളാണോ കയറി ചെല്ലുന്ന വീട്ടിലുണ്ടാവണം. അറബി കോളേജ് പഠിച്ചാൽ മാത്രം പോരാ, അത് സ്വഭാവത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ അവര് ദീനിനായിരുന്നു ഏറ്റവും പ്രാധാന്യം കൊടുത്ത്. കാരണം ദീന് കുടുംബത്തിലുണ്ടെങ്കിൽ അങ്ങേയറ്റം സമാധാനവും സന്തോഷവും കിട്ടും, ഏറ്റവും സംതൃപ്തിയോടെ ജീവിക്കാനും പറ്റും. ചിലപ്പോഴൊക്കെ കുടുംബത്തിന്റെ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ഉണ്ടാവുമ്പോ കോഴിക്കോട് ഖുതുബ പറയുന്ന പള്ളിയിൽ ഒരു മധ്യസ്ഥൊക്കെ വെക്കാറുണ്ട്. ആ മധ്യസ്ഥൊക്കെ വെക്കുന്നതിന്റെ സമയത്ത് രണ്ടു കൂട്ടരും ഒരു കൂട്ടരെ പുറത്തു നിർത്തി പെണ്ണിന്റെ കൂട്ടരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വാപ്പാരോട് നമ്മൾ ചോദിക്കലുണ്ട്, ചിലപ്പോ ഇവിടെയുള്ള ആളുകളും ചോദിക്കലുണ്ടാകും മധ്യസ്ഥത്തിന്റെ സമയത്തൊക്കെ, പിയാപ്പിളക്ക് എങ്ങനെ ദീനുണ്ടോ, ദീനുള്ള കൂട്ടരാണോ പിയാപ്പിളന്റെ ആൾക്കാര്? ചില വാപ്പാര് ഒരു പുച്ചച്ചിരി ചിരിച്ചിട്ട് പറയും, എന്ത് ദീന്, ഓൽക്കെന്ത് ദീന്? ഇതൊക്കെ കല്യാണത്തിന്റെ മുൻപ് ആലോചിച്ചൂടായിരുന്നോ? അന്ന് തറവാടാ മുഖ്യം, അത് വേണ്ടാന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ മേലെ ദീനുണ്ടെങ്കിൽ തറവാടിന്റെ പോരിശ അത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാണിക്കൂല. പണം അത് വേണ്ടാന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ദീനുള്ളവന് പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബന്ധങ്ങൾക്ക് വില ഉണ്ടാകും. അതുകൊണ്ടാ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മകള് പ്രിയപ്പെട്ട ഫാത്തിമ ബീവി, നമ്മളൊക്കെ പറയുന്ന കരളിന്റെ കഷണം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് കല്യാണപ്രായമായി. ആലോചനകൾ പലതും റസൂലുള്ളാഹിന്റെ അരികിലെത്തി. പല ആളുകളുമായിട്ടുള്ള കല്യാണാലോചനകൾ മുറുകാനും തുടങ്ങി. ഫാത്തിമ ബീവിയുടെ സൗന്ദര്യവും ആ കുലീനതയും കണ്ട് ചോദിക്കുന്ന മഹർ കൊടുക്കാൻ അന്യദേശത്തുള്ള പണക്കാരായ പലരും മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വീട്ടിൽ വരാൻ തുടങ്ങി. ആ വിവരമറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലിരുന്ന് കണ്ണു നിറയാൻ തുടങ്ങി. കണ്ണു നിറഞ്ഞിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലി എന്തേ സങ്കടം? അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അബൂബക്കർ, ഫാത്തിമ ബീവിക്ക് ആലോചനകൾ വരുന്നുണ്ട്, അതിനെന്താ അലി താങ്കൾക്ക്? പ്രവാചകന്റെ ആ പ്രിയപ്പെട്ട സ്വഹാബി തിരിച്ചു പറഞ്ഞു, അബൂബക്കർ, ഫാത്തിമയെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അലി എന്തുകൊണ്ടാ താങ്കൾ ഫാത്തിമയെ മോഹിക്കുന്നത്? ഫാത്തിമ ബീവിന്റെ സൗന്ദര്യാണോ, അല്ലെങ്കിൽ ഫാത്തിമ ബീവിന്റെ വാപ്പ നബിയാണ് എന്നത് പ്രവാചകനെ തൊട്ടുള്ള പോരിശയാണോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അല്ല അബൂബക്കർ, ഫാത്തിമ ബീവിയെ പോലെ പടച്ചോനെ പേടിയുള്ള ഒരു പെണ്ണിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പടച്ച റബ്ബിന്റെ സ്വർഗം ഏറ്റവും വേഗം നേടിയെടുക്കും. അബൂബക്കർ, ഫാത്തിമ ബീവിയെ പോലെയുള്ള ഒരു ദീനുള്ള പെണ്ണിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരിക്കലും വൈകി കയറേണ്ടി വരൂല, ഞാൻ വേഗം സ്വർഗത്തിലെത്തും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ പറഞ്ഞു, അലി, അതാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ താങ്കൾ റസൂലുള്ളാഹിനോട് നേരിട്ട് ചോദിച്ചോ. പക്ഷെ അലി ഇബ്നു അബീ ത്വാലിബിന് ചോദിക്കാൻ ഒരു മടി. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ അലി റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിക്കുന്നത്. അബൂ ത്വാലിബ് മരണപ്പെട്ടതിന് ശേഷം അബൂ ത്വാലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹുവിനെ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ സംരക്ഷിച്ച് പരിപാലിച്ച്. അതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബിന് ഒരു സങ്കടം, ഞാൻ ചോദിച്ച റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടാകുമോന്ന്. പക്ഷേ പിന്നീട് ചരിത്രം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനും അലി റളിയല്ലാഹു അൻഹുവിനെ വലിയ ഇഷ്ടായിരുന്നു. ഫാത്തിമ ബീവിയെ അലിക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അലിയോട് ആ ആവശ്യം പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിക്കോ? പ്രവാചകൻ നോക്കിയതിന്റെ കൂലി ചോദിക്കുക, ഇത്രയും കാലം തിന്നാൻ കൊടുത്തതിന്റെ കണക്ക് റസൂല് മോളെ കെട്ടിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിക്കുന്ന ബേജാറുകൊണ്ട് റസൂലും ചോദിക്കുന്നില്ല. അവസാനം പിറ്റേന്ന് സുബ്ഹി നിസ്കരിച്ചിറങ്ങി നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലേക്ക് അലി റളിയല്ലാഹു അൻഹു കയറി നിന്നു. റസൂല് ചോദിച്ചു, എന്തേ അലി? ഒന്നുമില്ല നബിയെ. എന്തോ ഉണ്ട് അലി, പറ, താങ്കൾക്ക് എന്താ വേണ്ടത്? അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, നബിയെ, ചോദ്യം അവിവേകമാണെങ്കിൽ താങ്കൾ എന്നോട് പൊറുക്കണം, അല്ല എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ അത് താങ്കൾ അംഗീകരിച്ച് നൽകണം. എന്താ അലി കാരണം? ഫാത്തിമയെ ഞാൻ കെട്ടിക്കോളാം റസൂലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ കുറച്ചു നേരത്തേക്ക് അങ്ങ് മിണ്ടാതായി പോയിന്ന ആ സമയത്തെ പറ്റി പിന്നീട് അള്ളാന്റെ റസൂലുള്ള പറയുന്നുണ്ട്,
എന്റെ മനസ്സ് കണ്ടിട്ടാണോ റബ്ബ് അത് തീരുമാനമെടുത്തത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ സന്തോഷത്തിൽ പ്രവാചകൻ നിശബ്ദനായി പോയപ്പോ കേട്ടു നിൽക്കുന്ന സഹാബാക്കളും പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരുതി അള്ളാന്റെ റസൂൽ അത് ഇഷ്ടായിട്ടില്ല എന്ന്. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോ പിന്നിലൂടെ വന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അലി, എന്റെ ഫാത്തിമാക്ക് പടച്ചോൻ തന്നതാങ്ങളെ, നിങ്ങളെപ്പോലെയുള്ള ഒരു വരനെ എന്റെ മകൾക്ക് വേണ്ടി കിട്ടിയത് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലി. ആ അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചെടുക്കുക. അന്ന് അലി റളിയല്ലാഹു അൻഹു ഒരു വീടില്ല, ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രമില്ല, അലി റളിയല്ലാഹു അൻഹു വരുമാനപ്പെട്ട എന്തെങ്കിലും സൗകര്യങ്ങളില്ല. പക്ഷേ പ്രവാചകന്റെ ജീവിതത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഫാത്തിമ ബീവിയെ കിട്ടിയതിനു ശേഷം എത്ര മനോഹരായിട്ട് അവര് ജീവിച്ചതെന്നറിയോ, എത്ര സന്തോഷത്തിൽ അവര് ജീവിച്ചതെന്നറിയോ. ഇന്നും ചില മാപ്പിള കവികൾക്ക് പാടി മതി വന്നിട്ടില്ല അവരെ ജീവിതം. ഇന്നും ഏത് മാപ്പിളപ്പാട്ടിന്റെ തുടക്കത്തിലും നമ്മൾ കേൾക്കാറില്ലേ, കൽബാണ് ഫാത്തിമ, അഴകാണ് ഫാത്തിമ, കുളിരാണ് ഫാത്തിമ, നെഞ്ചിനുള്ളിൽ ഫാത്തിമ. എന്തുകൊണ്ടാ? അത്രക്ക് മനോഹര അവരെ ജീവിതം, അത്രക്ക് മധുരത്തിൽ അവരെ ജീവിതം. വായിക്കുന്ന ഓരോ ചരിത്രത്തിലും, വായിക്കുന്ന ഓരോ വരികളിലും കണ്ണുനീരോടെ അല്ലാതെ നമുക്കത് വായിക്കാനും പറ്റൂല. 9 മാസം ഗർഭിണിയായ ഫാത്തിമ ബീവി ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആഗ്രഹം പറയുന്നുണ്ട്, അലി, എനിക്ക് മധുരമുള്ള കാരക്ക തിന്നാൻ പൂതിയുണ്ട് അലി. ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ഫാത്തിമ ബീവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവിലേക്ക് ഇറങ്ങി. പല സ്ഥാപനത്തിലും ചെന്ന് കടം ചോദിച്ചു കൊടുക്കുന്നില്ല. അവസാനം കയ്യിലുള്ള പടയങ്കി ഒരു ജൂതന്റെ സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയ പണം കൊണ്ട് മധുരമുള്ള പാകപ്പെട്ട തേനൊലിക്കുന്ന ഈത്തപ്പഴവുമായി അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടുക, ഫാത്തിമ ബീവിക്ക് കൊടുക്കാൻ. ആ കൈ നിറയെ കാരക്ക കണ്ട പ്രവാചകന്റെ സഹാബാക്കളിൽ ചിലർ, പട്ടിണി കിടക്കുന്ന സഹാബാക്കൾ, മദീനത്തെ പള്ളിയുടെ മുൻഭാഗത്ത് നിന്ന് ചോദിച്ചു, അലി, ഒരു കാരക്ക ഞങ്ങൾക്ക് താ അലി, ഞങ്ങൾ 3 ദിവസമായി പട്ടിണിയാ അലി. അലി റളിയല്ലാഹു അൻഹു 2 കൈയും സഹാബാക്കളെ നേരെ നീട്ടി. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആ കയ്യിലുള്ള മുഴുവൻ കാരക്കയും സഹാബാക്കൾ കഴിച്ചു. വെറും കയ്യോടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബീവി ഒന്ന് നോക്കി ഇങ്ങനെ ചിരിച്ചു. പിന്നെ ഒരു അക്ഷരം ശബ്ദിക്കാതെ വീട്ടിലുള്ള കുറച്ച് ഗോതമ്പെടുത്ത് അത് പരത്തി ചുട്ട്, മാവ് ചുട്ട് ആ റൊട്ടിയെടുത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ കൊണ്ടുവച്ചിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, കഴിച്ചോളൂ അലി. അലി റളിയല്ലാഹു അൻഹു ആ റൊട്ടി ഇങ്ങനെ മുറിക്കുമ്പോഴേക്കും അറിയാണ്ട് അങ്ങ് കരഞ്ഞോകും. ഫാത്തിമ ബീവി അടുത്തിരുന്ന് ചോദിക്കും, എന്തിനാ അലി കരയുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കും, ഫാത്തിമ, നീ എന്താ എന്നോട് ആ റൊട്ടീനെ പറ്റി കാരക്കനെ പറ്റി ചോദിക്കാത്ത? അതിന് ഫാത്തിമ ബീവി തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്, അലി, എനിക്കുറപ്പാ ഒന്നുകിൽ നിങ്ങൾക്ക് കാരക്ക കിട്ടിയിട്ടുണ്ടാവില്ല, ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടാകും, അല്ലാതെ നിങ്ങൾ എന്നെ മറക്കൂലെന്ന് എനിക്കറിയാലി. അത് കേട്ട അലി റളിയല്ലാഹു അൻഹു ഒന്നല്ലാതെ അങ്ങ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ആ റൊട്ടി വായിലേക്ക് വെച്ച് ആ സംഭവങ്ങൾ മുഴുവനും വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അലിയുടെ വായിലുള്ള റൊട്ടിയിലോടൊപ്പം അലിയുടെ ചുണ്ട തുമ്മ വെച്ചിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, അലി, ആ കാരക്ക തിന്നതിനേക്കാളും എനിക്ക് സന്തോഷമായി അലി, അതിനേക്കാളും മധുരം തോന്നുന്നുണ്ട് അലി, താങ്കൾ ചെയ്ത നന്മയോർത്തിട്ട്. എന്ത് രസായിരുന്നു മനുഷ്യരെ ജീവിതം. 5 നയാ പൈസ കയ്യിലില്ല, ഒരു കയറി കിടക്കാൻ AC പോട്ടെ, ഒരു ഈത്തപ്പനന്റെ കുടില് എഴുന്നേറ്റ് നിന്ന മുകളിൽ തട്ടുന്ന തലയാ. ഒരു രാവിലെ നേരം വെളുത്ത് സുബഹിയൊക്കെ അടുത്ത സമയത്ത് അലി റളിയല്ലാഹു അൻഹു കച്ചവടം കഴിഞ്ഞ് ക്ഷീണിച്ച് തിരിച്ചു വരുന്നത്. ദൂരത്തു നിന്നും ഫാത്തിമ ബീവി പല്ല് തേക്കുന്നത് കണ്ട അലി റളിയല്ലാഹു അൻഹു ഒരല്പം ശബ്ദമുയർത്തിയിട്ട് ചോദിച്ചു, ഉറക്കെ ചോദിക്കുക. അലി റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ക്ഷീണത്തിലാ, യാത്ര ചെയ്ത് ക്ഷീണിച്ച് മുടിയൊക്കെ പാറിപ്പറന്നിട്ടാ വരുന്നത്. പക്ഷേ ഫാത്തിമ ബീവി ഇങ്ങനെ പല്ലേക്കുന്നത് കണ്ടപ്പം അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉറക്കെ വിളിച്ചു ചോദിക്കുക, ഫാത്തിമ, ഞാൻ വരുന്നതിന്റെ മുൻപേ നിന്റെ ചുണ്ട് കീഴടക്കിയ ആ കൊള്ളിക്കഷണത്തെ ഞാൻ കൊന്നുകളയും ഫാത്തിമ, ആ അധരങ്ങൾ അതെന്റേതാണ് ഫാത്തിമ. ഒരു തമാശയാ. നേരം വെളുത്ത സമയമാകുമ്പോഴേക്കും എന്റെ ചുണ്ടുമ്മൽ ആ ബ്രഷ് കേറില്ലേ ഫാത്തിമ? ഇത് കേട്ട ഫാത്തിമ ബീവി തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു, അലി, ആ അധരങ്ങൾ താങ്കളെ കാത്തിരിക്കുകയാ. എന്തു മനോഹര മനുഷ്യരെ അവരെ ജീവിതം, എന്ത് രസാണ് ആ മധുരമുള്ള കുടുംബം. ഈഗോ ഇല്ലാത്ത, ശത്രുതയില്ലാത്ത, വീർപ്പുമുട്ടലുകളില്ലാത്ത, പണത്തിന് വേണ്ടി ആർത്തി പിടിക്കാത്ത, പരലോകത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബം. കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുണ്ടല്ലോ സന്തോഷം അല്ലാഹു തആല നമുക്ക് എത്തിച്ചേരും. ആ ദീനിന്റെ കുറവെന്താന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് ചില മാതാപിതാക്കൾ സങ്കടപ്പെടാറില്ലേ, മക്കള് സംരക്ഷിക്കോന്ന് ഉറപ്പില്ല, ഇരിക്കുങ്ങളൊന്നും എന്നെ നോക്കൂല.
ചില വാപ്പാര് ഇപ്പോഴേ സങ്കടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. 4-5 മക്കളുണ്ട്, ഒരൊറ്റയൊന്നും എന്നെ നോക്കുന്നില്ല, എനിക്ക് തിന്നാൻ തരുന്നില്ല. ചില അമ്മമാരിപ്പോഴും ബേജാറില്ല. കുടുംബത്തിൽ ദീനുണ്ടോ? ഒരു മാതാപിതാക്കളും അവഗണിക്കപ്പെടൂല, ഒരു മാതാപിതാക്കളും സങ്കടപ്പെടൂല.